ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. ഇന്ന് മോന് ഭയങ്കര ആഗ്രഹം ബിരിയാണി കഴിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും, അതും കൂടെ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം കാണിച്ചു തരാം കേട്ടോ. ചിക്കനിലേക്കുള്ള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇനിയിപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ ഉള്ളി, തക്കാളി. പിന്നെ ഞാനിത് സാലഡിലേക്ക് വേണ്ടിയിട്ട്, തൈര് സാലഡ് ഉണ്ടാക്കില്ലേ, അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചതാട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പം കാണിച്ചു തരാം കേട്ടോ വഴിയെ. അപ്പോൾ നമ്മുടെ ചിക്കനും തൈരും റൈസൊക്കെ വന്നു. അപ്പം ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. ഞാൻ ആദ്യം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഇത്തിരി തൈരും പിന്നെ നമ്മുടെ ബിരിയാണി മസാലയുണ്ട്, അതും കൂടെ മിക്സ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ടാണ് ബാക്കി പരിപാടി ചെയ്യുന്നത്. ചിക്കനിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടോ. ഇനി ഞാൻ കുക്കറിലാണ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ നന്നായിട്ട് ചൂടായിട്ടോ. നമ്മൾ അതിലിട്ട് വെളിച്ചെണ്ണ ഞാൻ ഓൾറെഡി ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ചതച്ചതുണ്ടല്ലോ, അത് ഇച്ചിരി ഇതിലോട്ടിടാം. ഇച്ചിരി നമുക്ക് റൈസിലോട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാനത് ഇച്ചിരി മാറ്റി വെച്ച് പിന്നെ നന്നായിട്ട് നമുക്കിത് വഴറ്റണം. ഇത് ഓൾമോസ്റ്റ് നമ്മൾ വഴറ്റി കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഞാൻ നമുക്കിതിലോട്ട് ഉള്ളി ഇടാതെ ഉള്ളി ഇട്ടോ. ഉള്ളിയിട്ട് ഞാൻ നന്നായിട്ട് വഴറ്റാണ്. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടാകുമ്പോൾ നമുക്ക് അതിലോട്ട് തക്കാളി ഇടണം. ഉള്ളി ഓൾമോസ്റ്റ് വഴഞ്ഞു കേട്ടോ. നമുക്കിതിലോട്ട് തക്കാളി ഇടാതെ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റാം. എന്നിട്ടാണ് നമ്മൾ ഈ ചിക്കൻ മസാല തേച്ചുണ്ടല്ലോ നമുക്ക് ഇതിലിട്ടിട്ട് ഒരു വിസിലൊക്കെ മതി. ഒരു വിസിൽ വന്നിട്ട് നമുക്ക് അടച്ചു വെച്ചാൽ മതി കുറച്ച് നേരത്തേക്ക്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആവും. പിന്നെ നമ്മൾ ബിരിയാണിയിലോട്ട് ദമ്മിടുമ്പോഴേ അത് റെഡിയാവും. ഇത് നമുക്ക് മസാല തേച്ച് വെച്ച് ചിക്കൻ ഇതിലോട്ട് ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. റൈസ് ഞാൻ അടുപ്പത്താണ് വെക്കുന്നത്. ഇവിടെ നമുക്ക് നന്നായിട്ട് വിറകൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലാണ് വെക്കാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലാണ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത് നമ്മൾ ഇത് ഗീയൊക്കെ ഒഴിച്ച് പിന്നെ ഇഞ്ചി, പച്ചമുളക് കുറച്ച് ബാക്കി വെച്ചായിരുന്നല്ലോ, അതും കറുവ, ഗ്രാമ്പൂ, പട്ട അതൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ചാൽ ഫുൾ ടൈം ഞാനും ക്യാമറ പിടിക്കും വേണം, ചെയ്യും വേണം. അപ്പോൾ എനിക്ക് അത് കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലില്ലേ ഈ ഒരു പാത്രത്ത് കണക്കായിട്ടാണ് കേട്ടോ അരി എടുത്തിരിക്കുന്നത്. ഈ ഒരു ഫുള്ളിൽ ഞാൻ അരി എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇത് നിറച്ചും വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ളിയെല്ലാം വഴറ്റി കഴിഞ്ഞ് കറിവേപ്പിലെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു. ഇനി ഇത് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് അരി ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ഓക്കെ, വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇട്ട് കേട്ടോ. അരി ഇട്ട് നമ്മളിനി മൂടി വെച്ചിട്ട് കണക്കിന് വേവിച്ചെടുക്കണം. ചിക്കൻ ആയി കേട്ടോ. ചിക്കൻ്റെ ഗ്രേവി ഇവിടെ ഉണ്ട്. ഞാൻ ചിക്കൻ മാത്രം സെപ്പറേറ്റ് എടുത്ത് വെച്ചതാണ്. ഇനി ചോറ് വന്നിട്ടാകുമ്പോൾ നമ്മൾ അതിലോട്ടിട്ട് ദം ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയി കേട്ടോ. ഞാൻ ദമ്മൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് ഒന്നുകൂടെ അതിൻ്റെ മുകളിലിട്ട് നന്നായിട്ട് അമർത്തി വെച്ചിരിക്കുക കേട്ടോ. കുറച്ച് നേരം കൂടെ നമുക്ക് ഈ കനലിലെല്ലാം അങ്ങനെ നിന്നോട്ടെ, എന്നിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി കേട്ടോ. ബിരിയാണിയും ചമ്മന്തിയും പിന്നെ സാലഡും. പിന്നെ ഇത് ഗീ റൈസ് കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.